കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന T20 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തു. സെപ്റ്റംബർ 2 മുതൽ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലീഗ് മത്സരങ്ങളിൽ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന T20 പ്രഥമ ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളാകാൻ ആകെ 13 അപേക്ഷകളാണ് ലഭിച്ചത്. മത്സര സ്വഭാവമുള്ള ടെൻഡർ നടപടികളിലൂടെ ഏറ്റവും കൂടിയ തുക കോട്ട് ചെയ്തവർക്ക് 6 ടീമുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയായിരുന്നു. രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ താരങ്ങളിൽ നിന്ന് ലേലത്തിൽ പങ്കെടുക്കാനുള്ള കളിക്കാരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തെരഞ്ഞെടുക്കും. ഫ്രാഞ്ചൈസ് ലഭിച്ച ടീം ഉടമകൾ കളിക്കാരുടെ ലേലത്തിലൂടെ ഇവരിൽ നിന്ന് അവരവരുടെ താരങ്ങളെ സ്വന്തമാക്കും. IPL കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള ലീഗായി കേരള ക്രിക്കറ്റ് ലീഗിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് KCA ഭാരവാഹികൾ അറിയിച്ചു. ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നതോടുകൂടി ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന കുറേ പ്രതിഭകളുണ്ട്. അവരൊക്കെ കണ്ടുപിടിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ മുഖ്യധാര ക്രിക്കറ്റിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ T20 ഫോർമാറ്റായ മുസ്താഖ് അലി ട്രോഫിയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 വർഷമായി എനിക്കറിയാം, ഞാൻ ഈ മുസ്താഖ് അലി കേരള സീനിയർ ടീമിൻ്റെ ഒബ്സർവറായിട്ട് ടീമിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ലീഗ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇന്ത്യയിലെ മികച്ച ടീമായിരുന്നു കേരള ടീം. സെപ്റ്റംബറിൽ തിരുവനന്തപുരത്താകും KPL മത്സരങ്ങൾ നടക്കുക. ജനം, തിരുവനന്തപുരം.